ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. ബികോം തേർഡ് സെമ്മിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. അതുപോലെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സുകളെല്ലാം പഠിച്ചിട്ട് പോവുക. ഷുവറായിട്ടും എക്സാമിന് വരുന്ന ടോപ്പിക്സുകളാണ്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട രണ്ട് ടോപ്പിക്സുകളാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് തിയറി ഓഫ് റിലേറ്റഡ് ടു ഷെയർസ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഞാനിവിടെ ഷെയർസിൻ്റെ ഷോർട്ട് നോട്ട്സുകൾ 2 മാർക്സിന് വന്ന കുറച്ച് ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെന്തായാലും നോക്കുക. അതേപോലെ ഈ ഒരു മൊഡ്യൂളിലെ 5 മാർക്സിന് വന്ന ക്വസ്റ്റ്യനും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5 മാർക്സിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനൊരു 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സെബി ഗൈഡ്ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. സെക്കൻഡ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ESOP. ESOP എന്താ? എംപ്ലോയീസ് സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ. ഈ ഒരു ഞാൻ അതിൻ്റെ പോയിന്റ്സ് വൈസ് ആയിട്ടും ഷോർട്ട് നോട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ഇഷ്യൂ. അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ബൈബാക്ക് ഓഫ് ഷെയർസ്. പിന്നെ ബോണസ് ഇഷ്യൂവിൻ്റെയും റൈറ്റ് ഇഷ്യൂവിൻ്റെ ഡിഫറൻസും ആൻഡ് റൈറ്റ് ഇഷ്യൂവിൻ്റെയും പബ്ലിക് ഇഷ്യൂവിൻ്റെ ഡിഫറൻസും. ഇത് ഞാൻ ടേബിളായിട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെന്തായാലും മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 2 2 മാർക്സ് ക്വസ്റ്റ്യൻസും 5 മാർക്സ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഈ ഞാനിവിടെ കൊടുത്തേക്കുന്ന നോട്ട്സ് എങ്കിലും പഠിച്ചിട്ടും പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 2 മാർക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ അണ്ടർ റൈറ്റിംഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് അണ്ടർ റൈറ്റർ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് എ ബ്രോക്കർ. അതേപോലെ വാട്ട് ഈസ് ഫേം അണ്ടർ റൈറ്റിംഗ്, വാട്ട് ഈസ് മാർക്കറ്റ് ആപ്ലിക്കേഷൻ, വാട്ട് ഈസ് അൺമാർക്കറ്റ് ആപ്ലിക്കേഷൻ. അതേപോലെ വാട്ട് ഈസ് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ്, വാട്ട് ഈസ് പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ്. ഇത്രയും ക്വസ്റ്റ്യൻസ് 2 മാർക്സിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതേപോലെ നമുക്കിനി 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5 മാർക്സിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അണ്ടർ റൈറ്റർ ആൻഡ് ബ്രോക്കർ. അതേപോലെ ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെയും ഓപ്പൺ അണ്ടർ റൈറ്റിങ്ങിൻ്റെയും ഡിഫറൻസും നിങ്ങൾ നോക്കിയിട്ട് പോവുക. ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സെക്ഷൻ സിയിൽ 15 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രോബ്ലം എന്തായാലും വരില്ല. ഫുൾ തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ് വരുള്ളൂ. അപ്പോൾ ഞാൻ 15 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഈ 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ മീനിങ് കൂടെ ഫസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ മീനിങ് ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിങ്ങിൻ്റെ ഒരു ടൈപ്സും എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ഓപ്പൺ ഓർ പ്യുവർ അണ്ടർ റൈറ്റിംഗ്. സെക്കൻഡ്, കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ്. ആൻഡ് തേർഡ്, പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ്. ഫോർത്ത്, ഫേം അണ്ടർ റൈറ്റിംഗ്. ഫിഫ്ത്ത്, സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിംഗ്. സിക്സ്ത്, ജോയിൻറ്റ് അണ്ടർ റൈറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് വൺ, സബ് അണ്ടർ റൈറ്റിംഗ്. ഇത്രയും ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനും മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. ഇനി ലാസ്റ്റ് ഞാനിവിടെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നതെന്ന് ലാസ്റ്റ് ഞാനിവിടെ പറയാം. ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ. ഇതിൽ കൂടുതലും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മാനേജീരിയൽ റെമ്യൂണറേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും. അതേപോലെ 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ്റെ ഒരു സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 2 മാർക്സ് ക്വസ്റ്റ്യൻസ്. തിയറി ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. അതുപോലെ വാട്ട് ഈസ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ,
വാട്ട് ഈസ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആ ഒരു ക്വസ്റ്റ്യനും പഠിക്കാം. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5-ലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയണത്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഷുറൻസ് ക്ലെയിം? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം? വാട്ട് ഡു യു മീൻ ബൈ ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി? അതേപോലെ വാട്ട് ഡു യു മീൻ ബൈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി? അതേപോലെ വാട്ട് ഈസ് ആവറേജ് ക്ലോസ്? ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഇതിൽ ഞാൻ 5th ക്വസ്റ്റ്യനായ വാട്ട് ഈസ് ആവറേജ് ക്ലോസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നാണ് preparation, format of profit and loss and balance sheet, preparation of investment accounts, അതേപോലെ കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓൺ പ്രോഫിറ്റ് പോളിസി, മെമ്മോറാൻഡം, ട്രേഡിംഗ് അക്കൗണ്ട്. ഇതെന്തായാലും ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതേപോലെ നിങ്ങൾ പ്രോബ്ലം പഠിച്ചിട്ടില്ലെങ്കിലും ഫോർമാറ്റ്സ് എങ്കിലും ഫുള്ള് പഠിച്ചിട്ട് പോവുക. നിങ്ങൾ അതിൻ്റെ മാർക്സ് ഒന്നും കളയരുത്. നിങ്ങൾ എന്തായാലും പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന തിയറി ക്വസ്റ്റ്യൻസും പിന്നെ ഈ പ്രോബ്ലംസ് പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾ ഒട്ടും പഠിക്കാത്തവരെ അറ്റ്ലീസ്റ്റ് ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്സ് എങ്കിലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ആൻഡ് ഇത്രയേ ഉള്ളൂ കോർപ്പറേറ്റ് അക്കൗണ്ടിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഞാൻ അതിൽ കുറച്ച് എന്താണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ.